നീറ്റാണ് നമ്മുടെ മാർക്കറ്റ്. മറ്റുള്ള മാർക്കറ്റിനെ നോക്കുമ്പോൾ മൊത്തത്തിൽ ഭയങ്കര നീറ്റായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു മാർക്കറ്റാണ്. കാരണം തൊട്ടടുത്ത് വീടുകളൊക്കെ ഉണ്ട്. ഒരു വേറെ പ്രശ്നങ്ങളില്ലാത്ത ഒരു ഏരിയയും പാർക്കിങ്ങും എല്ലാം നമുക്ക് സൗകര്യമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ധന്യ. സേഫ് ടൂർ കൃഷിക്കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് എത്തിയിട്ടുള്ളത് തൃശൂർ ജയിൽ കൃഷി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന VFPCK വേളുകര സ്വാശ്രയ കർഷക സമിതിയിലാണ്. അപ്പൊ കൊറ്റനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ എന്തായാലും എനിക്ക് ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മളെ സ്വന്തം വീട്ടിൽ വന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ അവസാനം പറയാം. അപ്പോൾ നമ്മളെ കൃഷിയെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പുതിയ പുതിയ സ്ഥലങ്ങളിലെ മാർക്കറ്റിംഗ് കൂടി പരിചയപ്പെടണം. കർഷകർ നല്ല വില കിട്ടിയാൽ മാത്രമേ കൃഷി 100% വിജയിച്ചു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ എങ്ങനെ കർഷകർക്ക് നല്ല വില നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം. അപ്പൊ എന്തായാലും നമ്മളുടെ ഈ മാർക്കറ്റിംഗ് എങ്ങനെ നടന്നു പോകുന്നു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ വേളുകര കൊറ്റനല്ലൂര് സമിതിയിലുള്ള ഒരു കർഷകൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം തന്നെ ഇവിടെ ഉണ്ട്. നമ്മുടെ സ്വന്തം ജിചേട്ടനുണ്ട്, ബൈജുചേട്ടനുണ്ട്, അതുപോലെയുള്ള മറ്റവരൊക്കെ ഉണ്ട്. എല്ലാവരുമായിട്ട് നമുക്ക് പരിചയപ്പെടണം. അപ്പൊ ഇതിന്റെ പ്രവർത്തനം എങ്ങനെയൊക്കെയാണ്? എനിക്ക് വളരെ സന്തോഷം ഉണ്ടാന്ന് വെച്ചാൽ മേഡത്തിന് ഈ വീഡിയോക്ക് അഭിമുഖം ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷെ മേഡം ആയതുകൊണ്ട് ധന്യമേഡം ആയതുകൊണ്ട് മാത്രം ഞാൻ പറയാണ്, മേഡാണ് ഈ സംഘത്തിനെ പെറ്റിട്ട് പോയത് ഇവിടെ. അപ്പോൾ കുറച്ച് കൊല്ലങ്ങൾക്ക് മുന്നേ കുറച്ച് കർഷകരൊക്കെ കൂടി ഇത് തുടങ്ങി. പക്ഷെ ഇന്ന് അത് 3 കോടിയുടെ അടുത്തേക്ക് നമ്മൾ ടേൺ ഓവറിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ പ്രധാനമായിട്ട് ചെയ്യുന്നത് കായ കർഷകർ, പച്ചക്കറി കർഷകർ, ഇവരുടെ മുട്ട, പാല്, എന്തും ഇതിൽ വിൽക്കും. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എന്തും വിൽക്കും. അത് വിൽക്കണത് A to Z നമ്മളിവിടെ വിൽക്കും. നല്ല കർഷകർ, കുറെ ആൾക്കാരുടെ സപ്പോർട്ടും ഉണ്ട് ഇതിന്റെ പിന്നിൽ. നല്ല വ്യാപാരികളുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം പോണത്. ബുധനാഴ്ച ദിവസം ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വില നമുക്ക് ശനിയാഴ്ച ദിവസം കർഷകന് കൊടുക്കും. ആൾക്കാർ ഇത് ലാലം ചെയ്ത് കൊണ്ടുപോയി അവരുടെ കടകളിൽ വെച്ച് വിൽക്കുകയും ചെയ്യുന്നു. ആ വ്യക്തികളും കുറെ അധികം സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചു പോകുന്നുണ്ട്. പിന്നെ കർഷകർക്ക് വേണ്ടുന്ന വളം ഇവിടെ വിൽക്കുന്നുണ്ട്. ഇൻപുട്ട് സെന്റർ VFCK കീഴിലുള്ള ഇൻപുട്ട് സെന്റർ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ സമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റ് സുധീഷ് ചേട്ടൻ, പിന്നെ ജോൺ ചേട്ടൻ ഇൻപുട്ട് ചാർജ്, വൈസ് പ്രസിഡന്റ് ഷാജി, പിന്നെ ട്രഷറർ ആന്റണി ചേട്ടൻ. അങ്ങനെ അവരുടെ നേതൃത്വത്തിൽ ഒരു എക്സിക്യൂട്ടീവ് കമ്പനി, 18 പേരുള്ള ഒരു എക്സിക്യൂട്ടീവ് കമ്പനിയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നത്. അതോടൊപ്പം വർക്കിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. വർക്കിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ലേലം എടുക്കണതും എഴുതി വെക്കണതും ഇവിടെ സാധനങ്ങൾ എടുത്തു കൊടുക്കണതും അത് വർക്കിംഗ് ഗ്രൂപ്പ്. അങ്ങനെ ഒരു ടീം വർക്കിന്റെ ഭാഗമായിട്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ കർഷകർക്ക് ഏത് ഉൽപ്പന്നം ഇവിടെ കൊണ്ടുവരാം. അതിപ്പോ കാടമുട്ട ആയിക്കോട്ടെ, താറാവ് മുട്ട ആയിക്കോട്ടെ, കോഴിമുട്ട ആയിക്കോട്ടെ, മോരായിക്കോട്ടെ, ഈവൻ ആടിനെ വരെ ഇവിടെ ലേലം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു ഇതാണ്. മേഡത്തിന് പ്രത്യേകം നന്ദിയുണ്ട്. എന്ന് വെച്ചാൽ മേഡമാണ് ഇതിവിടെ സ്ഥാപിച്ചത്. അതോടൊപ്പം ഞാൻ ഇത് വർക്കിംഗ് ഗ്രൂപ്പിൽ തന്നെ ലേലത്തിന്റെ ഒക്കെ ഫുൾ ഇൻചാർജ് ആയിട്ടുള്ള ബൈജുവിന് മൈക്കോടനും ബൈജു രണ്ടും ഒക്കെ പറയും. അപ്പൊ ബൈജേട്ടാ നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്? ലേലമുള്ള സ്ഥലങ്ങളുണ്ട്, നമ്മൾ പ്രൈസ് ഫിക്സിംഗ് ആയ പല മാർക്കറ്റുകളുണ്ട്. ഇപ്പൊ മലപ്പുറം ജില്ലയിലൊക്കെ പ്രൈസ് ഫിക്സിംഗ് ആണ്. രാവിലെ നമുക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡിന് റേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തന്നെയാണ് വൈകുന്നേരം വരെ ഒരൊറ്റ വിലയാണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 100 ഗ്രാമുള്ള പച്ചമുളകുകളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് 10 കിലോ ഉള്ള കവറുകളുണ്ട്. അങ്ങനെ പല തരത്തിലൊക്കെയാണ്. അപ്പൊ നമുക്ക് കർഷകർക്ക് ഗുണപ്രദമാകുന്നത്, നമ്മളിവിടെ രാവിലെ 8 മണി തുടങ്ങി സാധനങ്ങൾ വന്നു കൊടുക്കും. 7 ആകുമ്പോഴേക്ക് ആൾക്കാർ വന്നു തുടങ്ങുമ്പോൾ 8 മണി തുടങ്ങി ഇവിടെ ബില്ലിംഗ് തുടങ്ങും. അത് കഴിഞ്ഞ് അതിനിടയ്ക്ക് ഇപ്പോൾ കർഷകർക്ക് സാധനങ്ങൾ അല്ലെങ്കിൽ പുതിയ വീട്ടുകാർക്ക് മേടിക്കണമെങ്കിൽ നമ്മൾ അന്നേരം വില പറഞ്ഞു കൊടുക്കും. അപ്പൊ അതായത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോ ഈ ഒരു ചെറിയ കവറുകളൊക്കെ ആണെങ്കിലും നമുക്കിപ്പോ ഒരു വീട്ടുകാർക്ക് വന്ന് വാങ്ങാം. കമ്മതിയായിട്ട് കൊടുക്കും. കമ്മതി വില, അതായത് ഇതിനൊരു വില. അപ്പൊ ശരിക്കും കച്ചവടക്കാര് മാത്രമല്ല നമ്മൾ നോക്കുന്നത്, നമ്മളെ ഈ നാട്ടുകാരുണ്ട്, നാട്ടുകാർക്കും കൂടി ഈ ഒരു നൂറുകണക്കിന് ആൾക്കാർ ആ സമയത്ത് ഉണ്ടാവും. ലേലത്തിന് അർജന്റ് ഉള്ളവർ നേരത്തെ കൂട്ടി മേടിച്ചു പോകും. അതിന് നമ്മളൊരു വില നിശ്ചയിച്ചിട്ടുണ്ടാവും. പിന്നെ ലേലത്തിൽ കൂടെ നമുക്ക് കൂടുതലും കുറവായിട്ട് അവർ വിളിക്കുന്ന ഏറ്റവും മാക്സിമം വിലയ്ക്ക് നമ്മൾ കൊടുക്കും. പിന്നെ ഓരോന്നിന്റെ വില നമ്മൾ നേരത്തെ കൂട്ടി ഏകദേശം നമ്മളൊരു മനസ്സിൽ രൂപ ഉണ്ടാവും. എന്നാലേ നമുക്ക് വില പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ നല്ല രീതിയിൽ ഏകദേശം ഒരു 3-4 ലക്ഷം രൂപ ഒരേ ചന്തയിലും ഇവിടെ വരുന്നുണ്ട്. അതായത് 4 ലക്ഷം രൂപ. അതായത് നമ്മൾ മാർക്കറ്റ് തുടങ്ങിയ കാലത്ത് നമുക്ക് ഒരു മാർക്കറ്റ് എത്ര ഉണ്ടായിരുന്നു ഏകദേശം ബൈജേട്ടാ? ആ കാലത്ത് നമുക്ക് 40,000 40,000 ഒക്കെ ഉണ്ടായിരുന്നിടത്താണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ 2-3 ലക്ഷം രൂപയുടെ ട്രേഡിംഗിലേക്ക് ഉയരുക എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിലുള്ള കർഷകര് ഉള്ള സ്ഥലങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി കൃഷിയിലേക്ക് ഇറങ്ങി എന്ന് തന്നെയാണ് അതിനർത്ഥം. ഈ ഏരിയയിൽ നല്ല ഇതുണ്ട്. പിന്നെ ഈ മാർക്കറ്റ് നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്ന കാരണം ചാലക്കുടി തൊട്ട് ഇപ്പുറം ആൾക്കാർ ഇവിടേക്ക് സാധനങ്ങൾ എത്തിക്കുന്നുണ്ട്. അവർക്ക് നല്ല വില കിട്ടുന്നുണ്ട്. അതിന്റെ മാറ്റങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ കർഷകരുടെ കൂട്ടായ്മ, അതായത് ഏതൊരു സ്ഥാപനമാണെങ്കിലും നല്ലൊരു കൂട്ടായ്മയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ നല്ല രീതിയിൽ മുന്നോട്ട് 10-12 പേര് ഇതിന് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കിട്ടുറപ്പാണ് അത്. മറ്റു ജില്ലയിലുള്ളവരൊക്കെ കണ്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊന്ന് നോക്കി നോക്കിയേ, മുട്ട വരെ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. നാടൻ മുട്ട കിട്ടാൻ
കിട്ടാത്തവരൊക്കെ ഇപ്പോൾ പല കടകളിലും നാടൻ മുട്ട അന്വേഷിച്ച് നടക്കുന്നവരുണ്ട്. ഇവിടെ ഏകദേശം നമുക്ക് ഒരു മാർക്കറ്റിൽ എത്ര മുട്ട വരും? നമുക്കിവിടെ ഏകദേശം ഒരു 500-1000 മുട്ടയൊക്കെ വരും. തുടങ്ങിയ സമയത്ത് വളരെ കുറഞ്ഞ, അതായത് 100 മുട്ടയൊക്കെ വന്നിരുന്ന സ്ഥാനത്താണ് കേട്ടോ. അപ്പൊ ഞാൻ കുറെ അപ്പൊ നമ്മൾ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പൊ നമ്മൾക്ക് സ്വന്തം വീട്ടിൽ വന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് ഇവിടെ വന്ന് എല്ലാവരെയും കാണുമ്പോൾ. ഇപ്പൊ നമ്മുടെ നാടൻ കോഴിമുട്ടയ്ക്ക് എങ്ങനെയാ വില? നാടൻ കോഴിമുട്ട ഇപ്പൊ 12 രൂപ, 11.50 ശരാശരി പോകുന്നുണ്ട്. അപ്പൊ ഏകദേശം നമ്മുടെ വരവുമുട്ടയുടെ ഇരട്ടിയോളം വില എന്ന് പറഞ്ഞാൽ നമ്മുടെ അത് വാശിക്ക് വിളിച്ച 14-15 വരെ പോയിട്ടുണ്ട്. നാട്ടിലുള്ളവർക്ക് ആർക്കും ഒരു കോഴിക്കോട് പോലും വെറുതെ ഇടാൻ പറ്റില്ല. ഒരു 10 കോഴിയെങ്കിലും വളർത്തി. ഇപ്പൊ ഞാൻ വരെ കൊണ്ടുവന്നത് 3 കോഴിയുള്ളൂ, പക്ഷെ 15 മുട്ട കൊടുത്തു. അപ്പൊ അതായത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ മിനിമം ഇത്ര മുട്ട കൊണ്ടുവരണമെന്നോ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് 5 മുട്ട ഉണ്ടെങ്കിൽ 5 എണ്ണം, അല്ലെങ്കിൽ ഒരെണ്ണം ആണെങ്കിൽ ഒരെണ്ണം ആർക്ക് വേണമെങ്കിലും കൊണ്ടുവരാം. അപ്പൊ ഇത് ഒരു പുതിയൊരു കർഷകൻ ഇവിടേക്ക് വരുമ്പോ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കർഷക സമിതിയിലേക്ക് അംഗങ്ങളാകുക? ഇതിലിപ്പോ മെമ്പർഷിപ്പ് ഉള്ളവരും ഇല്ലാത്തവരും ഉണ്ട്. ഇതില് മെമ്പർഷിപ്പ് ഇല്ലെങ്കിലും നമുക്ക് ആര് വെച്ചാലും അതിന് 5% വേറെ നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ മെമ്പർ എന്നുള്ളവർക്ക് അവർക്ക് 2% ആനുവൽ ബോണസ് ആയിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് 3% എന്ന് പറയുന്നത് ഇതിന്റെ പ്രവർത്തന ചെലവ്, കൈകാര്യ ചെലവിലേക്ക്. അതിലിപ്പോ സ്റ്റാഫ് തന്നെ 3 പേരുണ്ട് ഇവിടെ, ലേഡി സ്റ്റാഫ് ഉണ്ട്. പിന്നെ മറ്റുള്ള ചെലവുകളുണ്ട്, ഇലക്ട്രിസിറ്റി, മറ്റുള്ള പ്രിന്റിംഗ് ചാർജ്, ഇതൊക്കെ കുറെ വരുന്നതാണല്ലോ. പിന്നെ നമുക്ക് ഈ മാർക്കറ്റിന്റെ റെന്റ് ഉണ്ട്, അത് ഏകദേശം 5500 റെന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാത്തിനും 3% എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ സർവീസ് ഒക്കെ നടത്തുന്നത്. ഇത് നമ്മുടെ ബബ്ലൂസ് നാരങ്ങ എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് ഈ നാട്ടിൽ എനിക്ക് തോന്നുന്നു നമ്മൾക്ക് വിൽക്കാൻ പറ്റുന്ന എല്ലാ സാധനവും ഇവിടെ എത്തുന്നുണ്ട്. ഇല്ലേ? തീർച്ചയായിട്ടും ആൾക്കാർ വാങ്ങുന്ന എല്ലാ സാധനവും. സമയമായി കഴിഞ്ഞാൽ ഫ്രൂട്ട്സുകളുടെ കളിയാണ്. ഈ ചുറ്റോട്ടത്തില്ലാത്ത അത്തരം ഫ്രൂട്ട്സ് നമുക്ക് ഇവിടെ വരും. പല വെറൈറ്റി. റംബൂട്ടാനോ മാംഗോസ്റ്റീൻ, അതുപോലെ ചക്ക ആയി കഴിഞ്ഞാൽ, ചക്കയുടെ സീസൺ ആയി കഴിഞ്ഞാൽ പറയും ചക്ക തന്നെയാണ്. അതായത് ചക്ക തൂക്കത്തിനൊക്കെ അല്ലേ നമുക്ക് ഇവിടെ ഏകദേശം ഒരു ചക്കയ്ക്ക് ടോപ്പ് വില എന്ന് പറഞ്ഞാൽ 650 രൂപ വരെ നമുക്ക് ഇവിടുന്ന് പോയിട്ടുണ്ട്. 650 രൂപ വരെ ഒരു ചക്കയ്ക്ക്. അപ്പൊ നമ്മളിൽ പലവർക്കും ഈ നാടൻ ഇനങ്ങളൊക്കെ വാങ്ങണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെ വലിയ വിലക്കൊക്കെ ആയിരിക്കും വാങ്ങുന്നത്. പക്ഷെ നമ്മൾ ഇതുപോലെയുള്ള കർഷക സമിതികൾ ഒട്ടുമുക്കാൽ പഞ്ചായത്തുകളിലും ഇതുപോലെയുള്ള കർഷക സമിതികൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അവിടേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് ഇതുപോലെ ജീവനോടെയുള്ള പച്ചക്കറികൾ വാങ്ങിക്കാൻ പറ്റും. അതുപോലെ ഇപ്പൊ പയറൊക്കെ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, അവിടെ വള്ളിപ്പയറുണ്ടായിരുന്നു. വില എന്ന് പറയാൻ 100-110 മറ്റേ മണിപ്പയറിന്റെ വില. കുറ്റിപ്പയർ എന്നൊക്കെ പറയുന്നത് ശരിക്കും ഇതിന്റെ വിലയാണ് കിലോയ്ക്ക് 100 രൂപ ഉണ്ടെന്ന് പറയുന്നത്. അതായത് നമ്മുടെ വള്ളിപ്പയർ കറി വെക്കുന്നതും ഇത് വെക്കുന്നതും രണ്ടാണ് അല്ലെ? ടേസ്റ്റിൽ ഒന്നും പറയാനില്ല. ഈ പയറൊക്കെ അതിന് ഭയങ്കര വ്യത്യാസമുള്ള പയറുകളാ ഈ ഇരിക്കുന്നത് മേഡം. ഈ പയറിനൊക്കെ ഏകദേശം എത്ര രൂപ വരും? ഇതിപ്പോ കഴിഞ്ഞ എന്തായാലും നമ്മള് പോയത് 100-110 രൂപയായിരുന്നു. 110 ആയിട്ടാ പോയത്. കുമ്പളം, ഇളവൻ എന്ന് വേണ്ട ചൊരക്കൊക്കെ ആണെങ്കിലും പല ഷേപ്പിലുള്ള ചൊരക്കകളൊക്കെ ഇവിടെ ഉണ്ട്. കറിവേപ്പിലുണ്ട്, ചീരയുണ്ട്, പിണ്ടി, അങ്ങനെ വാഴപ്പിണ്ടി ഉണ്ട്. ഈ വാഴപ്പിണ്ടിയൊക്കെ എങ്ങനെയാ? വാഴപ്പിണ്ടി ഇപ്പൊ ഏകദേശം 3 60 രൂപ നമ്മള് കമ്മതിയായിട്ട് കൊടുക്കും. 3 60 അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോക്കി നോക്കി ആകെ ഈ കാന്താരിമുളകൊക്കെ ഇത്രയും വേണ്ടവർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങാം. അതായത് ഒരു വീട്ടിലേക്ക് വേണ്ട, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്നത് പോലെ നമുക്ക് വേണ്ട അത്യാവശ്യം എല്ലാ പച്ചക്കറികളും ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ഇവിടെ വന്ന് വാങ്ങി പോവാം. ഇപ്പൊ ടൗണുകളിലൊക്കെ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ലൂബിക്ക എന്ന് പറയുന്ന സാധനം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കുറഞ്ഞു, കാരണം നമ്മളവിടെ യഥേഷ്ടമുണ്ട്. ഇപ്പൊ ഏകദേശം നമുക്ക് ഏകദേശം ഒരു 40 രൂപ തുടങ്ങി കീഴ്പോട്ട് വരുന്നുണ്ട്. 100 രൂപ വരെ വന്ന സമയം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നോക്കിയേ, നമ്മൾ ഈ ലൂബിക്കൊക്കെ ഈ വീടുകളിലൊക്കെ പലപ്പോഴും ഇതങ്ങനെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ വീണ് വേസ്റ്റ് ആയി പോലാണ് പതിവ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നീ പറിച്ചോണ്ടോന്നാണോ? ഞാൻ പറിച്ചു കൊണ്ടുവന്നു. നിനക്ക് ഈ കാശ് കിട്ടുമോ? കാശ് പോക്കറ്റ് മണി തരുമോ? ഇതപ്പോ നോക്കിയേ, ഒരു ചെറിയ കുട്ടികൾ വരെ, അതായത് നമ്മളെ പേര് കൃഷ്ണദേവ്. അപ്പൊ വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഇതുപോലെ ഈ ലൂബിക്കൊക്കെ വെറുതെ കളയുന്നില്ല കേട്ടാ. അവൻ അതൊക്കെ പറക്കി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഏകദേശം ഇതിന് എത്ര രൂപ കിട്ടും? 200 കിട്ടും. അപ്പൊ നിനക്ക് എന്തായാലും ഇതിന്റെ ഒരു ഓഹരി നിനക്ക് കിട്ടില്ലേ? വീട്ടിൽ തരില്ലേ? അപ്പൊ എന്തായാലും കണ്ട, ഈ ഒരു കർഷക സമിതി ഉള്ളതുകൊണ്ട് ചെറിയ കുട്ടികൾക്ക് വരെ ഇതുപോലെ ഒരു സാധനവും കളയില്ല. എല്ലാത്തിനും അതിൻ്റെതായ ഒരു വിലയുണ്ടെന്ന് കൂടി കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്.